ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നിലവിൽ വന്ന ശേഷം നിരവധിയായ അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നിട്ടും അതിൽ റഷ്യൻ എണ്ണ വാങ്ങുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങിയാൽ തീരുവ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കടുത്ത നിലപാടിലേക്ക് എത്തുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കാരണം ഇപ്പോൾ റഷ്യയ്ക്ക്, പ്രത്യേകിച്ചും വ്ളാഡിമിർ പുടിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അസംതൃപ്തിയുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ നീക്കത്തിൽ പുടിൻ തൻ്റെ അതൃപ്തി അടുപ്പക്കാരോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് പുടിൻ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ പള്ളിയിലുണ്ടായ ബോംബാക്രമണത്തെ അതിശക്തമായി അപലപിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് രംഗത്ത് വന്നത്. ആക്രമണത്തെ പ്രാകൃതമെന്ന് വിശേഷിപ്പിച്ച പുടിൻ ഭീകരവാദത്തിനെതിരെയുള്ള പോരാടുന്നതിന് പാകിസ്ഥാന് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അയച്ച സന്ദേശങ്ങളിൽ പുടിൻ തന്റെ അനുശോചനം പങ്കുവെക്കുകയും രാഷ്ട്രത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, റഷ്യയുമായി എന്നും അടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. പക്ഷേ ഇന്ത്യയും റഷ്യയുമായുള്ള സുദൃഢമായ ബന്ധം, കരാറുകളുണ്ട്, എണ്ണ ഇറക്കുമതിയുണ്ട്. വർഷങ്ങളായി റഷ്യൻ എണ്ണയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. വില കുറച്ച് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണത്. പക്ഷേ ഈ വ്യാപാര കരാർ വന്നതിന് ശേഷം ഇന്ത്യക്ക് നിർബന്ധിതമായി ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ കാര്യങ്ങൾ, ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുമ്പോഴാണ് ആ അവസരം മുതലെടുത്ത് പാകിസ്ഥാൻ റഷ്യയുമായി പുതിയ സഖ്യം രൂപീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന സംശയം ഉയരുന്നത്. ഇതിന് പുറമെ നിരവധി സഹായങ്ങൾ റഷ്യ പാകിസ്ഥാൻ നൽകാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന റഷ്യ പലപ്പോഴും പാകിസ്ഥാനെ അവഗണിക്കുകയായിരുന്നു പതിവ്. പക്ഷേ പുതിയ ലോക സാഹചര്യത്തിൽ റഷ്യയ്ക്ക് പാകിസ്ഥാനോട് അടുക്കാൻ പ്രയാസമില്ല എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇന്ത്യയുടെ എണ്ണ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചു എന്ന വിവരങ്ങൾ കൂടി അനൗദ്യോഗികമായി പുറത്തു വരുന്നത്. അതായത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എണ്ണ വാങ്ങേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഭാരത് പെട്രോളിയവും റിലയൻസ് ഇൻഡസ്ട്രീസും അടക്കമുള്ള എണ്ണക്കമ്പനി, ഇന്ത്യൻ ഓയിലും അടക്കമുള്ള എണ്ണക്കമ്പനികൾ അത്തരം തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരമുള്ള കരാറുകളിൽപ്പെട്ട എണ്ണ വാങ്ങാം, അതിനുശേഷം അവസാനിപ്പിക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. സുവി വിശ്വനാഥ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. സുവി, റഷ്യയ്ക്ക് പാകിസ്ഥാനോട് അടുക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രയാസകരമായ കാര്യമല്ല, പ്രത്യേകിച്ചും ഇന്ത്യൻ ബന്ധം വഷളായി വരുന്ന പശ്ചാത്തലത്തിൽ. എണ്ണയായിരുന്നു ഇന്ത്യയും റഷ്യയും ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു ഘടകം. അതില്ലാതാകുമ്പോൾ ആ അവസരം മുതലെടുത്ത് പാകിസ്ഥാൻ ഇപ്പോൾ പരമാവധി അടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാഷ്ട്രമായിരുന്നു റഷ്യ. അത് ഇപ്പോഴും ആ രീതിയിൽ തുടരുന്നു എന്ന കാര്യത്തിൽ പറയാൻ സാധിക്കുകയില്ല. കാരണം ഇന്ത്യ US ആണവ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തികൾ പുടിന് ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യ കൂടുതലായി പാകിസ്ഥാനോട് അടുക്കുന്നു എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദിലുണ്ടായ ബോംബ് ആക്രമണത്തെ പുടിൻ ശക്തമായി അപലപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും ഷഹബാസ് ഷെരീഫിനും സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. ഇത്രയും മോശപ്പെട്ട, അതായത് അക്രമത്തെ പ്രാകൃതമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ തീവ്രവാദ വിരുദ്ധ നീക്കത്തിനെതിരായ പാക് നീക്കത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു എന്നും അദ്ദേഹം സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ മുതൽ തന്നെ ഇന്ത്യയുമായി അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ പാകിസ്ഥാൻ റഷ്യയോട് അടുക്കാൻ വലിയ അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആ ശ്രമങ്ങളെല്ലാം തന്നെ അവഗണിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇപ്പോൾ പുടിൻ പാകിസ്ഥാനോട് അടുക്കുന്നതിനുള്ള സൂചനയാണോ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. പ്രത്യേകിച്ചും ഈ അവഗണിക്കുന്ന രാഷ്ട്രത്തെ കൂടുതലായി അടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ത്യ US വ്യാപാര കരാറിന് ശേഷം റഷ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സഖ്യം രൂപീകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ഉയർന്നു വരികയാണ്. ഇതാണ് ഈ അനുശോചന സന്ദേശത്തിൽ ഉള്ളത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കുറയ്ക്കാനുള്ള നീക്കം, അതുപോലെ തന്നെ US-ൽ നിന്നും $500 ബില്യൺ ഇറക്കുമതി എന്നിവ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇത്തരം നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അത്
പുടിന് പ്രത്യേകിച്ചും റഷ്യയ്ക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് രണ്ടും തുടരുക. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ്, ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോണിലായിരുന്നു. ശ്രീ മോഹൻ വർഗീസ്, റഷ്യയ്ക്ക് പാകിസ്ഥാനാണ് കുറച്ചുകൂടി താല്പര്യം റഷ്യയുമായി അടുക്കാൻ. കാരണം നിരവധി സഹായങ്ങൾ ലഭ്യമാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പരിഗണന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുമായുള്ള ബന്ധമായിരുന്നു അവർക്കൊരു വിഘാതമായിരുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം ഈ അമേരിക്കൻ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വഷളായ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി പാകിസ്ഥാൻ അതിന് ശ്രമിക്കുമല്ലോ. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ കരാർ സാധ്യമാകുന്ന അവസരത്തിൽ ജിയോ പൊളിറ്റിക്സ്, പ്രത്യേകിച്ച് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻ ആകെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് എക്കാലത്തും ഭാരതത്തിന്റെ സുഹൃത്ത് രാജ്യമായിരുന്ന റഷ്യ സുഹൃത്ത് ബന്ധമൊന്നും അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ പോലും കൂടുതൽ മേഖലകൾ തേടേണ്ടതുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ എണ്ണ വിറ്റഴിക്കേണ്ടതുണ്ട്, അതിന് വിപണി കണ്ടെത്തണം. ചൈനയിലേക്ക് തീർച്ചയായും റഷ്യക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനാവും. പിന്നീട് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കയറ്റുമതി ഇന്ത്യയിലേക്കാണ്. ഇന്ത്യൻ കയറ്റുമതി ഏതാണ്ട് പൂർണ്ണമായി നിലയ്ക്കാനുള്ള സാധ്യതയാണ് കാട്ടുന്നത്. ജോയിന്റ് ഡിക്ലറേഷനിൽ അമേരിക്കയും ഇന്ത്യയും കൂടി എത്തിച്ചേർന്ന കരാറുമായി ബന്ധപ്പെട്ട ജോയിന്റ് പ്രഖ്യാപനത്തിൽ എണ്ണ നിർത്തും എന്ന കാര്യവും എപ്പോൾ അത് വാങ്ങൽ നിർത്തും എന്നതിനെ കുറിച്ചോ കൃത്യമായ പരാമർശമില്ല. പക്ഷേ ഇന്ത്യൻ കമ്പനികൾ ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും റിലയൻസ് പെട്രോളിയം ഒക്കെ എണ്ണ വാങ്ങൽ ഘട്ടം ഘട്ടമായിട്ട് നിർത്തുകയാണ്. ഈ 2 മാസത്തിനുള്ളിൽ, ഫെബ്രുവരി മാർച്ച് മാസത്തിനുള്ളിൽ എണ്ണ വാങ്ങൽ പൂർണ്ണമായി നിൽക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന ഓർഡറുകൾ മാത്രമാണ് ഈ മാസങ്ങളിൽ, ഫെബ്രുവരി മാർച്ച് മാസത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ റഷ്യക്ക് മറ്റൊരു വിപണി നേടേണ്ടി വരും. അങ്ങനെയാണ് ഊർജ ആവശ്യം ഏറെയുള്ള പാകിസ്ഥാൻ റഷ്യൻ എണ്ണ ജിയോഗ്രാഫിക്കൽ പ്രോക്സിമിറ്റി കൂടിയുണ്ട്, അവിടെ എത്തിക്കാനുള്ള എളുപ്പമാർഗവുമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ വലിയ താല്പര്യം കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പാകിസ്ഥാൻ ഭീകരവാദത്താൽ പൊറുതിമുട്ടി നിൽക്കുന്ന രാജ്യമാണ്. ക്രോസ് ബോർഡർ ടെററിസം ഒരു വശത്തെ, ആഭ്യന്തരമായി പാകിസ്ഥാനുള്ളിൽ വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ബലൂചിസ്ഥാൻ വലിയ സംഘർഷമുണ്ട്. പാകിസ്ഥാൻ രാഷ്ട്രത്തിനെതിരെ തന്നെ വലിയ പോരാട്ടം നടക്കുന്നു. അതുപോലെ ഇസ്ലാമാബാദിൽ കഴിഞ്ഞ 2 ദിവസം മുൻപ് നടന്ന ഒരു ഷിയ പള്ളിയിൽ നടന്ന വലിയ സ്ഫോടനം 31 പേരുടെ മരണത്തിന് കലാശിച്ചു, 167 പേര് പരിക്കേറ്റു. അത് വലിയൊരു കിരാതമായ ആക്രമണമായി റഷ്യ വിശേഷിപ്പിക്കുകയാണ്. സ്വാഭാവികമാണ് എന്ന് തോന്നാമെങ്കിലും ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അവിടെ തീവ്രവാദത്തിനെതിരെ പോരാടാനുള്ള പാകിസ്ഥാന്റെ നിശ്ചയത്തിന് റഷ്യ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ച കാണുന്നു. അതായത് കൗണ്ടർ ടെററിസം അറ്റംപ്റ്റിന് റഷ്യ പൂർണ്ണമായി പിന്തുണ നൽകും എന്നൊരു പ്രഖ്യാപനം. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നില്ല. ഒഴുക്കൻ മട്ടിലൊരു പ്രസ്താവന നടത്തി പോകുന്ന പതിവിന് വിഭിന്നമായി പാകിസ്ഥാൻ നടക്കുന്ന ഈ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ റഷ്യ ചെലുത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് നൽകുന്ന ഒരു വാർണിംഗ് അല്ലേ? ഇത് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്ക കരാർ സാധ്യമാകുന്ന സാധ്യതയിൽ അതിൽ റഷ്യ ഒരു ഫാക്ടറാണ്. ഇത് കൃത്യമായി നമുക്ക് ഇന്ത്യ തുറന്നു പറഞ്ഞില്ല എങ്കിൽ പോലും ട്രംപ് അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതാണ് അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമായി വന്നിരിക്കുന്നത്. ഭാവിയിലും റഷ്യയുമായി ഉള്ള എണ്ണ വ്യാപാരം ഇനി ഏതെങ്കിലും രീതിയിൽ പുനരാരംഭിച്ചാൽ 25% വീഴത്തീരുവ വീണ്ടും ഇന്ത്യയുടെ മേൽ വന്നു വീഴും എന്ന നിലയിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് പ്രസ്താവനകളുള്ള സ്ഥിതിക്ക് ഇനി എണ്ണ വ്യാപാരം നടക്കില്ല. ഇനി എണ്ണയിൽ നിന്നും മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപാരം നിയന്ത്രിക്കപ്പെടുമോ? അതായത് ഇപ്പോൾ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്, ഇന്ത്യ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. മിഗ് വിമാനങ്ങളും സുഖോയ് MK-30 വിമാനങ്ങളും കലാഷ്നിക്കോവ് റൈഫിൾസും എന്ന് വേണ്ട, അതുപോലെ നമ്മുടെ ജോയിന്റ് പദ്ധതികളുണ്ട്, ബ്രഹ്മോസ് മിസൈൽ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് റഷ്യയുമായി ചരിത്രപരമായി നമുക്കുള്ള ആയുധ വ്യാപാരത്തിന്റെ ബന്ധം, ഊഷ്മളമായ ബന്ധം, സാംസ്കാരിക ബന്ധവും ആയുധ ബന്ധവും എല്ലാമാണ്. എണ്ണ വ്യാപാരം അടുത്ത കാലത്ത് മാത്രം തുടങ്ങിയ ഒരു കാര്യമാണ്. അത് പൂർണ്ണമായി എണ്ണ വ്യാപാരത്തിൽ തട്ടി ഇന്ത്യ റഷ്യ ബന്ധം ഉലയുന്നത് ഇന്ത്യക്ക് അത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. റഷ്യ അതിനെ വലിയ ആശങ്കയോടെയാണ് കാട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു സൂചനകൾ നൽകുകയാണ്. ഇങ്ങനെയാണ് ആഗോള രാഷ്ട്രീയത്തിൽ ചില ഫീലേഴ്സ് അല്ലെങ്കിൽ സൂചനകൾ നൽകുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒക്കെയുള്ള ഒരു വാർണിംഗ് എന്ന നിലയിൽ കാണാം. പാകിസ്ഥാനെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ വേണ്ടി വന്നാൽ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ മടിക്കില്ല. നോക്കൂ, അമേരിക്ക ഏറെ ഭയക്കുന്നത് എന്താണ്? റഷ്യ, ചൈന, ഇന്ത്യ ആക്സിസ് ആണ് ഭയക്കുന്നത്. അതിനു പകരമായി ഇവിടെ ഇസ്ലാമാബാദ്, ബെയ്ജിംഗ് ആൻഡ് മോസ്കോ ആക്സിസ് വന്നു കഴിഞ്ഞാൽ അമേരിക്ക അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഡൊണാൾഡ് ട്രംപ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക പാകിസ്ഥാന്റെ സൈനിക മേധാവി
അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും അസിം മുനീറിനെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടതാണ്. ഒരു ധാതു മണൽ കരാർ ഉൾപ്പെടെ എത്തിച്ചേരുമെന്ന പ്രതീതി ജനിപ്പിക്കുകയാണ്. അത് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തുക എന്ന തന്ത്രമാണ്, ട്രംപിന്റെ തന്ത്രമാണ്. അങ്ങനെ ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താൻ ട്രംപ് തന്ത്രം എടുത്ത് പാകിസ്ഥാനോട് അടുക്കുമ്പോൾ ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്താൻ പാകിസ്ഥാനോട് അടുക്കുക എന്ന തന്ത്രം റഷ്യ പ്രയോഗിക്കുന്നത് ഒരു തരം കൗണ്ടർ ബാലൻസിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളിൽ പാകിസ്ഥാനും റഷ്യയും തമ്മിലുള്ള താല്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നു. ഒന്ന് എനർജി വാക്യൂമാണ്, അതായത് പാകിസ്ഥാൻ ഇല്ലാത്തത് എനർജിയാണ്. ആ എനർജി ഫില്ല് ചെയ്യാൻ, ആ വാക്യൂം ഫില്ല് ചെയ്യാൻ റഷ്യക്ക് കഴിയും. രണ്ടാമത് സെക്യൂരിറ്റി കൺസേൺ ആണ്. പാകിസ്ഥാൻ അമേരിക്ക സംരക്ഷണം കൊടുക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംരക്ഷണം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായി അവർക്ക് നോക്കാനുള്ളത് റഷ്യയാണ്. അതുകൊണ്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ഇപ്പോൾ പഴങ്കഥയാകുന്ന സ്ഥിതിക്ക് പുതിയ ബന്ധങ്ങൾ തേടിയുള്ള രാജ്യങ്ങളുടെ പ്രയാണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ്. നന്ദി ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. സുവി, ഈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 പെട്രോളിയം കമ്പനികൾ ഇതിനകം തീരുമാനമെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് റഷ്യൻ എണ്ണ വാങ്ങേണ്ട എന്നതിനെക്കുറിച്ച്. അത്തരമൊരു നീക്കം, അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു വിശദീകരണം കൂടി വരേണ്ടതുണ്ട്. അത് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. രഞ്ജിത്ത്, ഔദ്യോഗികമായ ഒരു വിശദീകരണം എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ റഷ്യയിൽ നിന്നുള്ള എണ്ണ കുറയ്ക്കാൻ ഏതാനും മാസങ്ങളായി ഇന്ത്യൻ കമ്പനികൾ തയ്യാറെടുത്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയവയാണ്. അവ ഈ മാർച്ചിൽ വാങ്ങാനുള്ളവ വാങ്ങും. അതിനുശേഷം ഏപ്രിൽ മുതൽ റഷ്യൻ വിതരണക്കാരിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് വലിയ കനത്ത തിരിച്ചടിയാണ് റഷ്യയ്ക്ക് ഉണ്ടാക്കുന്നത്. വലിയ ഒരു വിപണി സാധ്യതയാണ് റഷ്യയുടേത് അടയുന്നത് എന്നൊരു സൂചന കൂടി ഉണ്ട്. നേരത്തെ തന്നെ ഈ ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഏതായാലും ഇത് നിരീക്ഷിക്കാൻ അമേരിക്ക വാണിജ്യകാര്യ മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെയും ട്രഷറി ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ഒരുമിച്ചായിരിക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷണം നടത്തുക. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കിയ 25% ചുങ്കം വീണ്ടും ഏർപ്പെടുത്തും എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. രഞ്ജിത്ത്, സുബി വിശ്വനാഥാണ് വിവരങ്ങൾ